അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ അർബഅത്തുൽ ലഅനഹുമുല്ലാഹു ഫൗഖ അർശിഹി അർശിന്റെ മുകളിൽ വെച്ച് തന്നെ ഏഴാം ആകാശത്തിന്റെ മുകളിലാണ് അർശെങ്കിൽ ആ അർശിന്റെ മുകളിൽ വെച്ച് തന്നെ 4 വിഭാഗക്കാരെ അല്ലാഹു ശപിച്ചില്ലേ വഅമ്മനത് അലൈഹിമുൽ മലായിക മാലാഖമാർ പോലും ആ ശാപവാർത്ത കേട്ടിട്ട് ആമീൻ 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 എന്ന് പറഞ്ഞില്ലേ ആരാണത് അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുകയാ അതിൽ ഒന്നാമത് ഒരു പെണ്ണോ അതല്ലെങ്കിൽ ഒരു ആണോ ആണ് അല്ലദീ യുഹ്സിനു നഫ്സഹു അനിൻ നിസാ അതൊരു റിജാലാണ് ഒരു റജുലാണ് ഒരു പുരുഷനാണ് അല്ലദീ യുഹ്സിനു നഫ്സഹു അനിൻ നിസാ വലാ യതസവ്വജു വിവാഹത്തിന്റെ സമയമെത്തിയിട്ട് വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം കഴിക്കാതെ തന്റെ ശാരീരിക ഇച്ഛകൾ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മടിത്തട്ടിൽ പോയിട്ട് അവളുടെ ഔറത്തുകൾ കണ്ട് ആസ്വദിച്ചുകൊണ്ട് തന്റെ ശാരീരിക ഇച്ഛ പൂർത്തീകരിക്കുന്ന ചെറുപ്പക്കാരാ അർശിന്റെ മുകളിൽ വെച്ച് തന്നെ അല്ലാഹു നിന്നെ ശപിച്ചിരിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കോളേജ് ക്യാമ്പസിൽ, യാത്രയിൽ, ഉത്സവപ്പറമ്പിൽ, മറ്റുള്ള സ്ഥലങ്ങളിൽ ആണ് പെണ്ണ് ചങ്ങാത്തം സ്ഥാപിച്ച് കല്യാണം കഴിക്കാതെ അടിച്ചുപൊളിച്ച് ഇങ്ങനെ ജീവിക്കാമെന്ന് ആരെങ്കിലും ധരിച്ചാൽ അവൻ ശാപം പേറിയവനാണ്. ലഅനത്തുല്ലാഹി അലൈഹി, അവന്റെ മേൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി അലൈഹി, അവന്റെ മേൽ ശാപം ഉണ്ടാകട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അത് സാധ്യമാകും. പിന്നെ അവന്റെ ജീവിതത്തിൽ കല്യാണം കഴിക്കാൻ പറ്റൂല. കല്യാണം കഴിച്ചാൽ ആ കല്യാണത്തിൽ, ആ കമംഗല്യത്തിൽ, ആ കുടുംബജീവിതത്തിൽ ഒരു സ്വസ്ഥതയും ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് സമയത്തിയാൽ പെട്ടെന്ന് എല്ലാ നമ്പറും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് കല്യാണം കഴിച്ചു. ജീവിതം ഹൈറാവണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക്, അബൂബക്കറിന്റെ വാക്കല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക്. പെട്ടെന്ന് കല്യാണം കഴിച്ചു. എന്തായാലും കല്യാണം മുടക്കൽ വന്നാൽ കല്യാണം മുടക്കൽ ആരെങ്കിലുമൊക്കെ ഒന്ന് കല്യാണം കഴിക്കാൻ നോക്കുമ്പോൾ ഏതെങ്കിലും കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ട് കല്യാണം മുടക്കികൾ കിടങ്ങേറ് അവരുടെ മേലെ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാവും. കല്യാണം മുടക്കികളുടെ മേലെ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു പെണ്ണ് കെട്ടാൻ പോകുന്ന ഒരു ചെറുക്കനെ, ആ ചങ്ങാതിയെ നിങ്ങൾ അതിൽ നിന്ന് തടയരുത്. എങ്ങനെയെങ്കിലും അവൻ കല്യാണം കഴിച്ചോളട്ടെ, സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടട്ടെ, ഹറാമുകൾ ഒഴിവാകട്ടെ. അല്ലെങ്കിൽ അവൻ ശാപത്തോടു കൂടിയായിരിക്കും ജീവിക്കണം. ഒന്ന്. രണ്ടാമത് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് വറജുലു, ഒരു പുരുഷൻ യതശബ്ബഹു ബിന്നിസാ, പെണ്ണിന്റെ വേഷം കെട്ടി കഴിയുന്ന പുരുഷനാണ്. വഖദ് ഖലഖഹുല്ലാഹു ദകറാ, അല്ലാഹു അവനെ പുരുഷനായിട്ടാണ്, ആണായിട്ടാണ് സൃഷ്ടിച്ചത്. അല്ലാഹു ആണായിട്ട് സൃഷ്ടിച്ച ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ എന്തിനാണ് പെണ്ണിന്റെ കോലം കെട്ടുന്നത്? ആ പെണ്ണിന്റെ കോലം കെട്ടിയാൽ അവൻ അർശിന്റെ മുകളിൽ വെച്ച് തന്നെ ശപിക്കപ്പെട്ടവനാണ്. മൂന്നാമത് നബി തങ്ങൾ പറയുകയാ വന്നിസാൽ മർഅതു, ഒരു പെണ്ണ് തതശബ്ബഹു ബിർരിജാൽ വഖദ് ഖലഖഹല്ലാഹു ഉൻസാ, പെണ്ണിന്റെ കോലാണിന്റെ കോലം കെട്ടി നടക്കുന്ന പെണ്ണെ, ആണ് ധരിക്കേണ്ട വസ്ത്രമാണ് നീ ധരിച്ചുകൊണ്ട് നടക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ അല്ലാഹു നിന്നെ പെണ്ണായിട്ടാണ് സൃഷ്ടിച്ചത് മോളെ. നീ ആണിന്റെ കോലത്തിലാണ് നീ ദുനിയാവിൽ നടക്കുന്നതെങ്കിൽ അല്ലാഹു നിന്നെ ശപിച്ചിരിക്കുകയാ. നീ പോകുന്ന ഓരോ വഴികളിലൂടെ മലക്കുകൾ വന്നിട്ട് പറയും അല്ലാഹുമ്മ ലഇൻഹാ, അല്ലാഹുമ്മ ലഇൻഹാ, അല്ലാഹുവേ ഇവളെ നീ ശപിക്കണേ, ഇവളെ നീ ശപിക്കണേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ പെങ്ങന്മാരായിരിക്കും, നമ്മുടെ പെൺമക്കളായിരിക്കും ഈ പോകുമ്പോ ഈ മലക്കലിന്റെ ശാപ പ്രാർത്ഥനയ്ക്ക് ഇരയാവുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഖിയാമത്തിന്റെ അടയാളമാണ്. അപ്പൊ ഇതുണ്ടാകാതെ ഈ കൂട്ടരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ മുകളിൽ വെച്ച് തന്നെ നശിപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് അലി റളിയല്ലാഹു തആല ചോദിക്കുന്നത് അലാ തസ്തഹിയൂൻ, ഏ പുരുഷന്മാരെ, ഏ ഭർത്താക്കന്മാരെ, ഏ പിതാക്കന്മാരെ, അലാ തസ്തഹിയൂൻ അലാ തഗാറൂൻ, നിങ്ങൾക്ക് ലജ്ജയില്ലേ, നിങ്ങൾക്ക് ലജ്ജയില്ലേ, നിങ്ങൾക്ക് വിവരമില്ലേ? നിങ്ങളുടെ പെണ്ണുങ്ങളെ നിങ്ങൾ ജനങ്ങളുടെ പുരുഷന്മാരുടെ ഇടയിലേക്ക് നിങ്ങൾ കയറൂരി വിടുകയല്ലേ? തൻളുറു ഇലൈഹിം വയൻളുറൂന ഇലൈഹാ,
പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം ചങ്ങാത്തം സ്ഥാപിക്കുവാനും പരസ്പരം ബന്ധങ്ങൾ ഉണ്ടാക്കുവാനും പരസ്പരം കണ്ടുമുട്ടുവാനുമുള്ള അവസരത്തിന് വേണ്ടി പുരുഷന്മാരെ നിങ്ങൾ നിങ്ങളുടെ പെണ്ണുങ്ങളെ യഥേഷ്ടം അങ്ങാടിയിലേക്ക് പറഞ്ഞു വിടുകയാണോ? പെണ്ണുങ്ങളെ ഇങ്ങനെ ഇറക്കിറക്കി വിടുന്നു. പുരുഷന്മാരോട് അലറന്നുള്ളവന് ചോദിക്കുന്നത്, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മോള്, നിങ്ങളുടെ സഹോദരി, നിങ്ങളുടെ ഉമ്മ, നിങ്ങൾക്ക് ലജ്ജയില്ലേ ഇങ്ങനെ പറഞ്ഞുവിടാൻ? അവർ പെണ്ണുങ്ങളെ നോക്കാനും പെണ്ണുങ്ങൾ ആണുങ്ങളെ നോക്കാനും ഇതിനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ഒരുക്കി വിടുക. ഒരിക്കലും ലജ്ജയില്ലേ?